രാവിലെ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ച് തീ കത്തിച്ച് നോക്കുമ്പോൾ തീയുണ്ടോ കത്തുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ ഊതി 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 തീയൊക്കെ കത്തിച്ച് അങ്ങനെ കത്തിച്ച് പിടിപ്പിച്ചിട്ടാ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉണക്കല വറുകാണെന്നുണ്ടെങ്കിൽ മഴക്കാലമായ പിന്നെ തീ കത്തിപ്പിടിക്കുകയില്ലല്ലോ, ആകെ ഭ്രാന്താവും കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് കുറച്ചൊന്നല്ല കേട്ടോ കഷ്ടപ്പെട്ടത്. ഗ്യാസ് ഇറക്കിയപ്പോൾ പിന്നെ ഒരു സമാധാനമായി കേട്ടോ. ചോറ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് ഗ്യാസിൽ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആയിട്ട് കുറച്ച് ഉണക്കല മീൻ ഉണ്ടായിരുന്നു കേട്ടോ, മാന്തള മീൻ. കഴിഞ്ഞ ദിവസം അതിൻ്റെ കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അമ്മ അവിടെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു കുറച്ചെടുത്ത് വെച്ചിട്ട്. അതെടുത്തിട്ട് എന്തായാലും പുളി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടേ പുളി നോക്കുമ്പോൾ എന്താ പുളി പാത്രത്തിൽ പുളിയല്ല കേട്ടോ. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പൊ എന്തൊരു സാധനമാണെങ്കിലും ശരി കേട്ടോ, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് തിരഞ്ഞാൽ അടുക്കളയിലാണെങ്കിൽ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും സാധനം കഴിഞ്ഞു എന്നുള്ളത് കാര്യം ഓർമ്മ വരിക. മേടിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പുറത്തു പോകുമ്പോൾ. ചിലപ്പോൾ ആ സമയമാകുമ്പോൾ അവിടെ എത്തുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, അതെല്ലാം മറന്നു പോകും. പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാൻ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഒരു നോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാമല്ലോ എന്ന്. എവിടെ അതും അപ്പോഴേ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഓരോ തിരക്ക് പിടിച്ച് പിന്നെ അതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ മാന്തളൊക്കെ വെള്ളത്തിലിട്ട് അതൊന്ന് നന്നാക്കി എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാനത് ഇങ്ങോട്ട് നന്നാക്കി എടുത്തു. അമ്മ അപ്പോഴത്തേനും കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് തോരൻ വെക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മേനോട് ഞാനതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞു. അപ്പം അമ്മ അത് കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഈ മാന്തള മീനൊന്ന് നന്നാക്കി എടുത്ത് ബാക്കി ഗ്യാസിൽ വെക്കാലോ എന്നും വിചാരിച്ചും കൊണ്ടേ. അപ്പം ഇനി പുറത്തിറങ്ങിയിട്ട് ഒരു പണി എന്തായാലും നടക്കില്ല. പുറത്ത് നല്ല മഴയാണ്. 2-3 ദിവസമായിട്ട് ഇപ്പം എന്താ മഴ, ഒരു കുറവുമില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മഴ കാരണം നമുക്ക് പേടിയാണ് തോട്ടിലൊക്കെ വെള്ളം കയറിയാൽ എന്ന് വിചാരിച്ചിട്ടേ. ഇപ്പം മലവെള്ളം വരുന്നത് നമുക്ക് ഡാമിൻ്റെ കനാല് പോണത് ഈ കാണുന്നപ്പോൾ ഒരു കണ്ടിലൊരു ഓവ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് മലവെള്ളം വരുന്നത്. മുകളിൽ കൂടെ നമുക്ക് ഡാമിൽ നിന്ന് പോകുന്ന വെള്ളം, ഇപ്പം മഴക്കാലത്ത് വെള്ളമില്ല, പക്ഷെ മഴ പെയ്ത വെള്ളമുള്ളൂ. പക്ഷെ എന്നാലും 2 ഭാഗം ഈ വണ്ടികളൊക്കെ റോട്ടിൽ കൂടെ പോയിട്ട് 2 ഭാഗം ഇടിഞ്ഞിടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ കനാല് ബണ്ടം കാനം പൊട്ടിയിട്ടുണ്ടെങ്കിൽ കനാല് ബണ്ടിലെ വെള്ളവും തോട്ടിലെ വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു വെള്ളമാവും. അപ്പോൾ അതൊരു പേടി. അപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് നല്ല മഴ പെയ്ത് നമുക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി നമ്മളത് അടുപ്പത്ത് തന്നെ വെച്ചിട്ടാ. അടുപ്പത്ത് പറഞ്ഞാൽ ഗ്യാസ് അടുപ്പത്തിട്ടാ. അപ്പം ഇനി ഇത് വേഗം ആവുമല്ലോ. പിന്നെ ചട്ടിയിലല്ലേ വെക്കുന്നത്, മൺചട്ടിയിൽ കുറച്ച് മതിയല്ലോ. ഞാനും അമ്മയും കുട്ടിയല്ലേ ഉള്ളൂ, കുറച്ച് പുളി തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും വിചാരിച്ചും കൊണ്ട് നമ്മളതൊക്കെ തക്കാളിയൊക്കെ നല്ല വഴണ്ടി മസാലയൊക്കെ വഴണ്ടി വന്നപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. നമ്മുടെ സാധാ മീൻകറി വെക്കില്ലേ അതേപോലെ തന്നെ വെച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് സാധാ പോലെ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ മാന്തള് പുളി വയ്ക്കണ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക്. ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട. പണ്ടും അങ്ങനെ. അതേപോലെ തന്നെ നമ്മൾ ഈ പറമ്പിലെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഈ കൂണ് കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല, കാരണം അത് എപ്പോഴും കിട്ടൂലല്ലോ. ഇങ്ങനെ ഈ മാന്തളൊന്നും പുളിയൊക്കെ ഒരു അപൂർവമാട്ടോ, എപ്പോഴെങ്കിലൊക്കെ വെക്കാറുള്ളൂ. ഈ മഴ സമയത്തൊക്കെ ഭയങ്കര ടേസ്റ്റ് തോന്നും കേട്ടോ നമുക്ക്. നല്ല ചൂടുള്ള ചോറും അതേപോലെ മാന്തള് പുളി വെച്ചതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിലേക്കൊരു തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം അങ്ങനെ മീനൊക്കെ എന്തായാലും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുളിയൊക്കെ ഒഴിച്ചിട്ട്. ശകലം വെള്ളത്തിലാട്ടോ ഒന്ന് വെച്ചത്. ഇനിയിപ്പോൾ ക്യാബേജ് തോരൻ വെക്കാനുണ്ട്. അതിന് ഉള്ളിയും മുളകൊക്കെ പകുതി അരിഞ്ഞിട്ടാട്ടോ ഞാൻ ബാക്കി ഇവിടെ വന്ന് പണിയെടുക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി മുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തത്. ഇന്നലെ വൈകുന്നേരം രാശേട്ടനും കുട്ടിയും കൂടി വരുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് മേളിന്ന് കനാലിൻ്റെ മേളിന്ന് വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിയിൽ കേട്ടോ ഒന്ന് സ്ലിപ്പായി. അങ്ങനെ കുട്ടിയും ഏട്ടനും കൂടിയാണ് വീണു. പുല്ലിലേക്കാട്ടോ വീണത്, അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഏട്ടന് ഇടുപ്പിൻ്റെ അവിടെ ചെറുതായിട്ട് വേദന ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. കുട്ടീനെ ഏട്ടൻ മുറുക്ക പിടിച്ചു കേട്ടോ. അതുകൊണ്ട് പിന്നെ അവളൊന്ന് കരഞ്ഞു, നല്ല മഴയും. പിന്നെ ഞാൻ വേഗം ഓടിച്ചെന്നു, ഞാനും അമ്മയും എല്ലാവരും ഓടിച്ചെന്നു. പിന്നെ വേഗം ഏട്ടൻ അപ്പോഴത്തേനും എണീറ്റായിരുന്നു കേട്ടോ. കുട്ടി പിന്നെ പേടിച്ചിട്ടേ, ഏട്ടൻ വീണപ്പോൾ പേടിച്ചിട്ട് അവൾ പിന്നെ വേഗം ഞാൻ ചെന്നപ്പോൾ എൻ്റെ കുട്ടി വിറക്കി കേട്ടോ, അവൾ പേടിച്ചിട്ടേ പാവം. എന്നിട്ട് ഞാൻ വേഗം വാങ്ങി കൈ പിടിച്ചു. പിന്നെ അവിടെയാണെങ്കിൽ നല്ല വഴുക്കല, കോൺക്രീറ്റ് ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് ചേർന്ന് വായോ, പുല്ലുണ്ട്, ആ പുല്ലിന്റെ മേലെ കൂടെ കയറി വായോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് വീഴല് കഴിഞ്ഞു കേട്ടോ. എന്തോ ഭാഗ്യത്തിനൊന്നും എവിടെയും പോയി തലയടിച്ചിട്ടൊന്നും പറ്റൊന്നുമില്ല. ഭാഗ്യം, ദൈവം സഹായിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നലെ വൈകുന്നേരം കുഞ്ഞാറ്റ എന്നിട്ട് വന്നിട്ട് പിന്നെ കുളിച്ചൊന്നുമില്ല. അവളപ്പോൾ അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം എപ്പോഴും എത്ര മഴയാണെന്നുണ്ടെങ്കിലും ചൂടുവെള്ളമാക്കിയിട്ട് അവളെ ഒന്ന് മേലൊക്കെ കുളിപ്പിക്കണതാ. ഇന്നലെ പിന്നെ ഒന്നും ചൂട് വെള്ളത്തിലും കുളിപ്പിക്കാനും നിന്നില്ല. പിന്നെ അവള് വേഗം ഭക്ഷണം കഴിച്ച് വേഗം കടന്നു കേട്ടോ. പിന്നെ അത് പിന്നെ ഒരു വിഷമോ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല, എങ്ങനെ വീണല്ലോ എന്നും വിചാരിച്ചും കൊണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വിശേഷം എന്നൊക്കെ മാറിപ്പോയിട്ടോ. ഇന്നലത്തെ രാത്രിത്തെ കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു വിഷമം. നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണല്ലോ. അങ്ങനെ മീൻപൂളിയൊക്കെ ആയി. പിന്നെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വയ്യായിക എന്തെങ്കിലുമൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കുഴമ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പം തന്നെ അമ്മയും ഞാനും കൂടി അതൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ പുരട്ടിയിട്ട് പിന്നെ അങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് പിന്നെ കിടന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എണീറ്റപ്പോൾ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അതൊരു സമാധാനം. പിന്നെ അങ്ങനെ തോരനൊക്കെ ആയി. നമ്മളിതാ തോരനായിട്ട് ഇതൊക്കെ വേറൊരു പാത്രത്തേക്ക് ആക്കുകയാണെന്ന്. ഇപ്പം രാജേട്ടൻ കഴിക്കാൻ വരുന്ന പറഞ്ഞിരിക്കണത് കേട്ടോ. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അങ്ങനെ പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആ സമയത്ത് ചിലപ്പോൾ ലോങ് ഓട്ടൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോവും. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആള് ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ നേരം വഴുകും, അല്ലെങ്കിൽ ചിലപ്പോൾ നീ കഴിച്ചോ, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ പറയും. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമാണ് വരും, ഓട്ടമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മേടിച്ചാലൊക്കെ എന്നാലും ഓട്ടം കിട്ടിയേ പോവും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തിയാലേ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നല്ലോ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മേലെന്ന് വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട്. രണ്ട് സൈഡ് കേട്ടോ, റോഡിന്റെ രണ്ട് സൈഡും ഇടിഞ്ഞ് ഇങ്ങനെ നമുക്ക് മേലെ കൂടെ ഈ വെള്ളം കുടിവെള്ള പദ്ധതിയുടെ വെള്ള പൈപ്പ് പോകുന്നുണ്ട്. അങ്ങനെ അത് പൊട്ടിയിട്ടാണ് ആ ബണ്ട് ഇങ്ങനെ ഡാമേജ് ആയത് കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആകുകൊണ്ട് നമുക്ക് ഭയങ്കര പേടി കേട്ടോ. നല്ല മഴ പെയ്താ ഇപ്പൊ ഭയങ്കര പേടി. ഇതുവരെ ഒന്നും അങ്ങനെ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴും നല്ല മഴ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.